ഒരു തുകൽപന്തിന് ചുറ്റും കറങ്ങിത്തിരിഞ്ഞ ഭൂഗോളത്തിന്റെ നെഞ്ചിടിപ്പുകൾക്ക് ഒടുവിൽ വിരാമമായിരിക്കുന്നു. ഇത് വെറും ഒരു കിരീടധാരണമല്ല, ലോകം മുഴുവൻ ആഗ്രഹിച്ച ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് നിറച്ച സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ സ്പാനിഷ് വിപ്ലവമാണ്. മൈതാനത്ത് സ്പെയിൻ കുറിച്ച ഈ വിജയം കേവലം ഒരു കളി ജയത്തിനപ്പുറം ഫുട്ബോളിന്റെ യഥാർത്ഥ സൗന്ദര്യത്തിന്റെ വിജയമായാണ് കായിക ലോകം കാണുന്നത്. വംശീയതക്കും ധാർഷ്ട്യത്തിനുമെതിരെ സ്പെയിൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും ആഘോഷിക്കപ്പെടുമ്പോഴാണ് ഈ വിശ്വവിജയം അത്രമേൽ വികാരഭരിതമാവുന്നത്. കഴിഞ്ഞ തവണത്തെ ലോക രാജാക്കന്മാരെ സാക്ഷിയാക്കി അത്രമാത്രം ആധിപത്യം നിറച്ചാണ് സ്പെയിൻ തങ്ങളുടെ രണ്ടാമത് വിശ്വകിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത്. ഈ വിജയത്തിന്റെ ചാരുത കൂട്ടാൻ കാലം കരുതി വെച്ച ഒരു കാവ്യനീതി കൂടി ഉണ്ടായിരുന്നു. 19 വർഷങ്ങൾക്ക് മുൻപ് ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ കൈകളിരുന്ന ആ കൊച്ചുബാലൻ ലമീൻ യമാൽ ഇന്ന് തന്റെ 19ാം വയസ്സിൽ 19ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഒരു 19ാം തീയതി അതേ മെസ്സിക്കെതിരെ മൈതാനത്തിറങ്ങി ചരിത്രം കുറിച്ച ആകസ്മികതയിലാണ് ഈ കിരീടധാരണത്തിന് ഭംഗിയേറുന്നത്. മറുഭാഗത്ത് കിരീടത്തിന്റെ തികഞ്ഞ അഹങ്കാരവും അമിത ആത്മവിശ്വാസവുമായി വന്ന അർജന്റീനയ്ക്ക് ടൂർണമെന്റിലുടനീളം വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. ധാർഷ്ട്യം നിറഞ്ഞ ഫിസിക്കൽ ഗെയിമും വംശീയ ഫലസ്തീൻ വിരുദ്ധ വിവാദങ്ങളും അവരെ നിഴൽ പോലെ പിന്തുടർന്നു. അതിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെ വിജയമാണ് സ്പെയിൻ ആ കപ്പിൽ മുത്തമിടുമ്പോൾ ഉണ്ടാവുന്നത്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 15-ൽ പോലുമില്ലാത്ത ടീമുകളോട് കളിച്ച് സെമിയിൽ ഇംഗ്ലണ്ടിനെ മാത്രം വെല്ലുവിളി അതിജീവിച്ചാണ് അർജന്റീന ഫൈനലിലെത്തിയത്. എന്നാൽ സ്പെയിനിന്റെ പാത കനൽ വഴികളായിരുന്നു. ഉറുഗ്വൈ, പോർച്ചുഗൽ, ബെൽജിയം, ഫ്രാൻസ് തുടങ്ങിയ വമ്പന്മാരെ ഓരോരുത്തരെയായി വെട്ടിനിരത്തിയാണ് അവർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. കളിച്ച് തന്നെ നേടിയ തല ഉയർത്തിപ്പിടിച്ച വിജയമായിരുന്നു അത്. മെസ്സി മാജിക് കാത്തിരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, മെസ്സി ഒന്ന് പന്ത് തൊട്ടിരുന്നെങ്കിൽ അർജന്റീന ആരാധകർക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. പന്ത് അർജന്റീനയുടെ ബോക്സ് വിട്ട് പുറത്തേക്ക് പോയിട്ടേയില്ല. ടൂർണമെന്റിലുടനീളം ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങിയ സ്പാനിഷ് ഗോളി ഉനൈ സിമോന് ഫൈനലിൽ സമ്പൂർണ്ണ വിശ്രമമായിരുന്നു. റെക്കോർഡുകൾ തകർക്കാൻ വന്ന അർജന്റീനയ്ക്ക് ഒടുവിൽ കിട്ടിയത് നാണക്കേടിന്റെ ഒരു പുതിയ റെക്കോർഡാണ്. 1966 ശേഷം ഒരു ഫൈനലിൽ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലുമില്ലാത്ത കളി പൂർത്തിയാക്കിയ ടീമായി അൽബി സെലസ്റ്റുകൾ മാറിയിരിക്കുന്നു. ഗോൾ കീപ്പർ എമി മാർട്ടീനസ് എന്ന മതിൽ കാവലില്ലായിരുന്നെങ്കിൽ അർജന്റീനയുടെ തോൽവി ഇതിലും ദയനീയമാകുമായിരുന്നു. അർജന്റീന നിരയിൽ ഏറ്റവും കൂടുതൽ തവണ പന്ത് തൊട്ടത് അവരുടെ ഗോൾ കീപ്പറായിരുന്നു എന്നത് തന്നെ ആ ആധിപത്യത്തിന്റെ തെളിവ്. മൈതാനത്ത് ഫ്രസ്ട്രേഷൻ മൂത്ത അർജന്റീന കടുത്ത ഫൗളുകളിലേക്ക് തിരിഞ്ഞപ്പോൾ കോച്ച് സ്കലോണി ഉൾപ്പെടെ 5 മഞ്ഞക്കാർഡുകളും ഒരു ചുവപ്പ് കാർഡും വാങ്ങി അവർ ഉരുകിത്തീർന്നു. സ്പെയിൻ ആകട്ടെ 20 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ 11 എണ്ണവും ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഒടുവിൽ ആവേശം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ ആ സുവർണ നിമിഷം പിറന്നു. വില്യംസിന്റെ കാലുകളിൽ നിന്ന് എമി മാർട്ടീനസിനെ തട്ടിത്തെറിച്ചു വന്ന റീബൗണ്ട് പന്ത് കൃത്യമായി വലയിലാക്കിക്കൊണ്ട് ഫെറാൻ ടോറസിന്റെ വക ആ മാരക ഷോട്ട് പിറന്നു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ മലവെള്ളപ്പാച്ചിലിന് ആ ഒരൊറ്റ ഗോളിലൂടെ ടോറസ് അന്ത്യം കുറിച്ചു. വിമർശകർക്കുള്ള മറുപടി നൽകാൻ അയാൾ ആ ഫൈനൽ മാച്ചിനായി കാത്തിരുന്ന പോലെയുള്ള നിമിഷമായിരുന്നു അത്. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയ ക്യാപ്റ്റൻ റോഡ്രി, ഏറ്റവും പ്രായം കുറഞ്ഞ മികച്ച പ്ലെയറായ കുബാർസി, 7 ക്ലീൻ ഷീറ്റുകളുടെ ആധികാരികതയിൽ ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയ ഉനൈ സിമോൻ എന്നിങ്ങനെ വ്യക്തിഗത മികവിനപ്പുറം ഒരു സുശക്തമായ ടീം വർക്കിന്റെ മാസ്മരിക അനുഭൂതിയാണ് കോച്ച് ഫ്യൂന്റെ സ്പെയിനിലൂടെ ലോകത്തിന് കാണിച്ചു തന്നത്. യമാലും കുബാർസിയും കുക്കറെല്ലയും അടങ്ങുന്ന ഈ യുവനിര ഫുട്ബോൾ ലോകം ഇനി ഭരിക്കാൻ പോകുന്ന ഒരു പുതിയ യുഗത്തിന്റെ പ്രഖ്യാപനമാണ് നടത്തുന്നത്. അഹങ്കാരത്തിന്റെ പതനവും ആധിപത്യത്തിന്റെ സൗന്ദര്യവും ചേർത്ത് വെച്ച് സ്പെയിൻ ആ വിശ്വകിരീടത്തിൽ മുത്തമിടുമ്പോൾ കായിക ലോകം ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് ഫുട്ബോളിന്റെ കാവ്യനിധി, സ്പെയിനിന്റെ ഇതിഹാസ വിജയം.